ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര സൂക്ക് വാക്കിഫിലേക്കാണ് കേട്ടോ. ഖത്തറിലുള്ള സൂക്ക് വാക്കിഫിലേക്കാണ്. അപ്പോൾ ഈ സൂക്ക് വാക്കിഫ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും അവിടെ കിട്ടും. ഖത്തറിൻ്റെതായിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ സ്പൈസസ്, പെറ്റ്സ്, അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഈ ഒരു സൂക്ക് വാക്കിഫ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഖത്തറിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു സൂക്ക് വാക്കിഫ് എന്ന് പറയുന്നത് ട്ടോ. ഖത്തറിന്റെ തനതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ദാ ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങളിതാ ഈ ഒരു ഡ്രസ്സിന്റെ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാണ് ട്ടോ. അപ്പൊ പല പല വഴികളായിട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ ദാ ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ്, ഉം, നമുക്ക് മാഗ്നറ്റുകള്, അങ്ങനെ ഖത്തറിന്റെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ട്ടോ. 2 റിയാല്, 3 റിയാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു സൂക്ക് വാക്കിഫിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡാണ് ട്ടോ. കോഫി ഐറ്റംസ്, പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസും, ഓരോ സ്പെഷ്യാലിറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ദാ പറയണ്ടല്ലോ, അത്തറുകള്, കാർപ്പറ്റുകൾ ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുറെ നേരമൊക്കെ നടന്നപ്പോ കുറച്ചു നേരം ഇവിടെ ഈ ഒരു ഓപ്പൺ സ്പേസിൽ ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നെ ആ കാണുന്ന ഒരു മോസ്ക് ഉണ്ടല്ലോ, അത് ഈ ഒരു ഖത്തറിന്റെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ട്ടോ. അതിന്റെ ഖത്തറിന്റെ ഒരു ഇത് കാണിക്കുമ്പോ തന്നെ, ടൂറിസ്റ്റ് പ്ലേസിനെ കാണിക്കുമ്പോ തന്നെ ആ ഒരു മോസ്ക് ആണ് വരുന്നത്. സ്പൈറൽ മോസ്ക് എന്നാണ് അതിന്റെ പേര്. പിന്നെ ദാ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറേ ഏരിയ ഉണ്ട് ട്ടോ. കുറേ ഷോപ്സുകള്, ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ പൊന്നൂസ് നല്ല ഉറക്കത്തിലായി പോയി. അപ്പൊ ഞങ്ങൾ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ഈ ഒരു ഓപ്പൺ സ്പേസിലിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ട്ടോ. നല്ല ഫ്രഷ് എയറും, അതുപോലെ തന്നെ ഈ ഒരു കുറേ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ദാ ആ ഒരു ബസ് വന്നത് ട്ടോ. ഒരു ഡബിൾ ഡെക്കർ ഒരു സൈറ്റ് സീയിങ് ബസ്സാണ് ട്ടോ. ദോഹയുടെ ഖത്തറിൽ ഉള്ള ഒരു ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബസ്സാണ്. കാണുമ്പോ തന്നെ ഒരു കൗതുകം തോന്നി. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബസ്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങള് കുറച്ചു നേരം നടക്കാന്ന് വിചാരിച്ചു. കുറേ ഏരിയകളുണ്ട് ട്ടോ ഉള്ളിലേക്ക്. പിന്നെ ഇവര് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോ റെസ്റ്റോറന്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഷോപ്പുകളായിക്കോട്ടെ, അത്രയും നമ്മളെ ടൂറിസ്റ്റിനെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്ന രീതിയില് അത്രയും ഭംഗിയായിട്ടാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ടർക്കിഷ് ഐസ്ക്രീം കണ്ടത്. يلا بركي 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 ايس كريم بركي داري داري يلا بركي 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 شكرا باي باي هاي next അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും നടത്തം സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, ഖത്തറിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നടന്ന് നടന്ന് ക്ഷീണിച്ച് അപ്പോഴത്തേനും കുഞ്ഞൂസ് എണീറ്റു. ഓരോ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളിതാ പെറ്റ്സിന്റെ ഏരിയയിലേക്ക് പോവാണ് കേട്ടോ. പെറ്റ്സിന്റെ ഏരിയയിൽ എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അത്ര അധികം വെറൈറ്റി ആയിട്ടുള്ള പെറ്റ്സുകള്, ആമനെയും അതുപോലെ തന്നെ അണ്ണാൻ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ട്ടോ. പിന്നെ പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങള് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാണ് ട്ടോ. അപ്പൊ ഇതൊക്കെയാണ് സൂക്ക് വാക്കിഫില് ഞങ്ങൾ കണ്ട കാഴ്ചകൾ ട്ടോ. അപ്പൊ കാണാത്ത ഏരിയകൾ ഒരുപാടുണ്ടായിരിക്കും. കാരണം ഞങ്ങൾ എല്ലാ സ്ഥലങ്ങൾക്കൊന്നും എത്തിയിട്ടില്ല. അപ്പൊ ഇനി സമയമുണ്ടെങ്കില് അടുത്ത ദിവസം വേറെ ഏരിയകളിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഖത്തറിലെ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.